എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങി വന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പ്രശ്നം വന്നു. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിനാണ് ഞാൻ ഒരു ദിവസം എനിക്ക് വളരെ ഞാനൊരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. എനിക്കും ദേഷ്യം അല്ലെങ്കിൽ വരും. ഞാൻ മാക്സിമം എത്രത്തോളം ക്ഷമിക്കാം അത്രത്തോളം ക്ഷമിച്ചിട്ടുണ്ട്. ചില സമയത്ത് എനിക്കത് കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴാണ് ഞാൻ എന്തായാലും നിങ്ങൾ ഒരുമിച്ച് ഇല്ല, അതാണ് നല്ലത്. പക്ഷെ ഡിവോഴ്സ് ഇതുവരെ. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണം. നമുക്ക് നേരെ വിഷയത്തിലോട്ട് പോവാം. അവി വ്ലോഗ്സിലെ അവിനാഷും സ്വാതി വ്ലോഗ്സിലെ സ്വാതി, ഇവര് തമ്മിൽ എന്താണ് റിലേഷൻ ആയിരുന്നെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചു പോയതാണ്. എന്നാൽ ഇന്ന് അവർ വേർപിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ സ്വാതിയുടെ ഭാഗം കൂടി കേൾക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു 4 മാസം മുന്നേ വീഡിയോ ചെയ്ത സമയത്ത് സ്വാതി എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തനിക്കെതിരെ ഞാൻ കേസ് കൊടുക്കും ബ്രോ എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമന്റ് കൂടെ കൊടുക്കാം. അപ്പൊ തന്നെ ഞാനൊന്ന് ആലോചിച്ചു, അത്രയും ധാർഷ്ട്യവും അത്രയും ഒരു അഹങ്കാര വർത്തമാനവും പറയുന്ന ഒരു ലേഡിയാണോ സ്വാതി എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഇവരെന്താടാ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയുന്നു എന്നുള്ള കാര്യമാണ് ഞാനൊന്ന് ചിന്തിച്ചത്. സീരിയസ്ലി പറയാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മുടെ ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഇന്ന് അവിനാഷ് ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഇവർ വേർപിരിഞ്ഞു പോയി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിക്കുന്നൊന്നുമില്ല. ഇനി ആരാണ് അവിനാഷ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഒരു സമയത്ത് ഒരു ഡിയോ എങ്ങാണ്ട് കൊണ്ട് ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങിയ ഒരു വ്യക്തിയാണ് ഈ അവിനാഷ്. അന്ന് ട്രാവൽ വ്ളോഗേഴ്സ് വളരെ കുറവായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യ മൊത്തം ഒരു പയ്യൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ അവൻ അതുവഴി റീച്ച് ഉണ്ടാവുകയും നല്ലപോലെ അടിപൊളിയായിട്ട് ചാനലൊക്കെ വളർന്ന് അറ്റേത് സെറ്റപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് സ്വാതിയെ പരിചയപ്പെടുന്നു. കുട്ടിക്കാലം മുതലെങ്ങാണ്ടൊക്കെ ഉള്ള പരിചയം തന്നെയാണ്. പിന്നെ സ്വാതിയായിട്ട് റിലേഷനിലായിരുന്നു. അവര് തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ച് അടിപൊളിയായിട്ടൊക്കെ ജീവിച്ച് തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ സ്വാതി ആ കല്യാണത്തിനൊക്കെ മുന്നേ അല്ലെങ്കിൽ അവിനാഷിനോട് കൂടുന്നതിന് മുന്നേ വലിയ മെനയൊന്നും ഇല്ലായിരുന്നു എന്നും അതിനുശേഷം ഇവനാണ് മെനയാക്കി എടുത്തതും എന്നുള്ളൊരു ടോക്ക് സോഷ്യൽ മീഡിയയിൽ പൊതുവേ ഉണ്ട്. ഇവനാണ് അവളെ ഇത്രയും സെറ്റപ്പാക്കി എടുത്തത് എന്നൊക്കെ ഉള്ള ഒരു കാര്യം. UAE എങ്ങാണ്ടാണ് സ്വാതി താമസിക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ അവരുടെ എന്തെങ്കിലും പേഴ്സണൽ കാര്യം. പക്ഷെ ഇവരുടെ പേഴ്സണൽ കാര്യം ഇവരെന്താണ് പ്രശ്നമെന്ന് തികച്ചും പറയുന്നില്ല. സാധാരണ ഒരു ഫാമിലി വ്ളോഗേഴ്സിലുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുടുംബത്തിൽ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അതിന്റെ വേര് വരെ പുഴുതെടുത്ത് അല്ലെങ്കിൽ ഇല്ലാത്ത കുറെ പ്രശ്നം കൂടി ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ച് അതുവഴി പൈസ ഉണ്ടാക്കുന്ന ടീംസാണ്. പക്ഷെ ഇവിടെ അവിനാഷിന് വേണമെങ്കിൽ ഇതൊക്കെ ഒരുപാട് കോണ്ടന്റ്സ് ആക്കി എടുക്കാൻ വരുന്നു. അവൻ അത് ചെയ്തിട്ടില്ല. അവൻ ജസ്റ്റ് ഈ പ്രശ്നം പറയാണ്ട് സംഭവിച്ച കാര്യം മാത്രം പറയുന്നു. അവർ നിയമപരമായിട്ട് ഇനിയിപ്പോ വേർപിരിയും, ഇപ്പൊ അവർ രണ്ടുപേരും വേർപിരിഞ്ഞാണ് ജീവിക്കുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇവിടെ സ്വാതിയാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിൽ കമന്റ് ബോക്സുകൾ പറയുന്നുണ്ട്. നമുക്ക് അതിലോട്ടും വരാം. അതിനു മുന്നേ എന്താണ് കാര്യമെന്ന് അവിനാഷ് പറയുന്നത് കേട്ടിട്ട് സ്വാതിക്ക് പറയാനുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. ഹായ് ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് കുറച്ച് നാളായി. എന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണ്ടി വന്നു. അത് ഞാൻ ഓക്കെ ആയിരുന്നു. കുറച്ച് വീഡിയോ കിട്ടിയാൽ വന്നതാണ്. പിന്നെയും എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ വന്നു. അപ്പോൾ അത് കാരണം എനിക്ക് വീഡിയോ ഒക്കെ വീണ്ടും മുടങ്ങിപ്പോയി. ഇനി ഞാൻ വീഡിയോ എന്നാണ് ഇടുന്നത് അന്ന് മുതൽ റെഗുലർ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് എന്റെ മനസ്സിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ അതിൽ മാക്സിമം എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കുറെ കാര്യങ്ങൾ നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ എന്റെ തീരുമാനം എന്താണെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഇനി എന്റെ അടുത്ത പരിപാടികൾ എന്താണ്? നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു പേഴ്സണൽ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട്. അപ്പൊ അതിലൊരു തീരുമാനം എന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ഒന്നാകുമോ, സെപ്പറേറ്റ് ആകുമോ, എന്താണെന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയും. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. അന്ന് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നതാണ്. ആ സാഹചര്യങ്ങൾ നമുക്ക് അനുവദിച്ചില്ല. അന്ന് ഒരു പ്രശ്നം ഉണ്ടായി. അമ്മയെ വിളിക്കാൻ പോകുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായി. അതൊക്കെ നമുക്ക് അമ്മയും കൂടെ വരുമ്പോൾ ഞാൻ പറയാം. ഇനി ഞാനൊരു ഗ്യാപ്പ് വരുത്തത്തില്ല. ആഴ്ചയിൽ ഒരു 3 വീഡിയോ എങ്കിലും വെച്ചിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്ക് ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ നിറയെ മെസ്സേജുകൾ വരുന്നുണ്ട്. എനിക്ക് എന്നെ ഇത്ര സ്നേഹമൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ട വാക്കുകളൊന്നും കിട്ടുന്നൊന്നുമില്ല. ചിലരൊക്കെ എന്നെ ദേഷ്യത്തിന് ചീത്ത വരെ വിളിക്കുന്നുണ്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട്. അത് സ്നേഹം കൊണ്ടാണ്. അപ്പം എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എനിക്ക് കുറെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഞാൻ എല്ലാം കുറെ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിലാണ്. അപ്പൊ കുറെ പേർക്ക് ഞാൻ അത് കാരണം ബുദ്ധിമുട്ടുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. എന്റെ സാഹചര്യങ്ങൾക്കൊക്കെ കൊണ്ടിട്ടാണ്. എന്തായാലും ഞാൻ ഇനി റെഗുലർ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സാധാരണ ഇങ്ങനെ റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് 4 മാസത്തിൽ ഒരിക്കൽ ഇപ്പൊ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതവന്റെ പേഴ്സണൽ കാര്യം എങ്കിലും പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സാധാരണ നോക്കിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇവ ഇങ്ങനെ പറയും. ഇനി അടുത്ത് വരുന്ന ഒരു 4 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അതുവരെ ഒരു രംഗവും കാണത്തില്ല. ഈ ലെവലിലാണ് സാധാരണ ഇവൻ വീഡിയോസ് ചെയ്യാറ്. ഓക്കെ, അതൊക്കെ മാറട്ടെ. കുടുംബ പ്രശ്നമാണ്, വീട്ടിലെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് നിന്റെ ഭാര്യയുമായിട്ട് നീ തന്നെ പറയുന്നുണ്ട് വേർപിരിഞ്ഞെന്ന്. ഇനി ആ സ്ഥിതിക്ക് ആ ഒരു കുറച്ച് പ്രശ്നങ്ങളും മെന്റൽ ഇഷ്യൂസും ഒക്കെ നിന്റെ ആ ഒരു ജീവിതത്തിൽ കാണും. എങ്കിലും അതൊക്കെ മാറി എല്ലാം റിക്കവറായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് വരട്ടെ. പക്ഷെ അതൊന്നും അല്ലടേ. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടന്ന പ്രശ്നം, എന്തിനാണ് നിങ്ങൾ വേർപിരിഞ്ഞതെന്നാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും അറിയാൻ വേണ്ടിയിട്ട് വിതുമ്പി നിൽക്കുന്നത്. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം. നിങ്ങൾ ആ പ്രശ്നം കൊണ്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ
ആൾക്കാർ പല രീതിയിൽ ജഡ്ജ് ചെയ്യും. പ്രത്യേകിച്ച് അവിനാഷ് വന്നിട്ട് സ്വാതിയെ കുറിച്ചിട്ട് പറയുമ്പോൾ സ്വാതി വന്ന് അവിനാഷിനെ കുറിച്ചിട്ട് പറയും. പിന്നെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിനെ കുറിച്ചിട്ട് നമ്മൾ കുറെ പേര് പറയും, അതുപോലെ ഓഡിയൻസ് പറയും. അങ്ങനെ മൊത്തത്തിൽ അലങ്കോലമായി ജീവിതം മാറും. അതുകൊണ്ട് പറയാതിരുന്നു കഴിഞ്ഞാൽ അതാണ് ബെസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ബാക്കി അറിയാലോ നമ്മുടെ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, എല്ലാരും ചോദിക്കുന്നുണ്ട്. ഇതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. സ്വാതിയുടെ വഴി, അവിനാശിന്റെ വഴി, അങ്ങനെ പോട്ടെ. ഞങ്ങൾ ആരും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നിനും ഞങ്ങൾ പോകുന്നില്ല. ഇപ്പം അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. എന്തായാലും നിങ്ങൾ ഒരുമിച്ച് ഇല്ല, അതാണ് നല്ലത്. സ്വാതിയുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, അവിനാശിന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. പക്ഷെ ഡിവോഴ്സ് ഇതുവരെ ആയിട്ടില്ല. ഡിവോഴ്സിന് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ്. അവള് വരാതെ പറ്റത്തില്ലല്ലോ. അവളെ നാട്ടിൽ വരുന്നു, ഡിവോഴ്സിന് വേണ്ടിട്ട് വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ തമ്മിൽ ഇപ്പം മെസ്സേജ് അയക്കോ കോൺടാക്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോൺടാക്റ്റും ഇല്ല ഞങ്ങൾ തമ്മിൽ. ഇപ്പം അതിന് എനിക്ക് താല്പര്യമില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മറന്നു എന്ന് തന്നെ പറയാം. അല്ല, മറന്നു, അങ്ങനെ തന്നെ പറയാം. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും ഞാൻ അമ്മയുടെ അടുത്തും അല്ല ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഞാൻ എല്ലാ വിഷയത്തും അവിടെ അബുദാബിയിൽ എത്തിയതിനു ശേഷമാണ് വിവരങ്ങളൊക്കെ അറിയുന്നത് പോലും. അതുവരെ ഒന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. അതുവരെ നമ്മൾ വിചാരിക്കുന്നത് ഇവര് ഈ കോള് വെയിറ്റിംഗ് കോള് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഇവര് ഭയങ്കര സന്തോഷത്തിലാണ്. ഇവിടെ അവിനാഷ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സ്വാതിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുള്ളത് പോലെയാണ് പറയുന്നത്. പക്ഷെ എന്താണ് കാര്യം, ഏതാണ് കാര്യമെന്നൊന്നും ഇവൻ പറയുന്നില്ല. ഒരു അക്ഷരം കൊണ്ട് പോലും അവൻ പറയുന്നില്ല. എല്ലാം അങ്ങനെ അങ്ങ് തീർന്നു, തീരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. അതുപോലെ അവിനാഷിന്റെ അമ്മയും പറയുന്നുണ്ട് എല്ലാം തീർന്നു, അവർ തമ്മിൽ ഇനി ഒരു കോൺടാക്റ്റും ഇല്ല, ബന്ധവുമില്ല. ഇനി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഡിവോഴ്സും ആവും. സബാഷ്, ഈ ഒരു സെറ്റപ്പിലായിട്ടുണ്ട്. പക്ഷേ എന്തോ മിസ്റ്റേക്ക് നടന്നിട്ടുണ്ട്. അതും പൊറുക്കാൻ പറ്റാത്ത എന്തോ മിസ്റ്റേക്ക്. അത് അവിനാഷിന്റെ ആ ഒരു സംസാര രീതിയിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തുടങ്ങി വന്നപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പ്രശ്നം വന്നു. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിനാണ് ഞാൻ ഒരു ദിവസം എനിക്ക് വളരെ ഞാനൊരു മനുഷ്യനാണ്, നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ്. എനിക്കും ദേഷ്യം അല്ലെങ്കിൽ വരും. ഞാൻ മാക്സിമം എത്രത്തോളം ക്ഷമിക്കാം അത്രത്തോളം ക്ഷമിച്ചിട്ടുണ്ട്. ചില സമയത്ത് എനിക്ക് അത് കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴാണ് ഞാൻ ഒരു ദിവസം ഒരു ചെറിയൊരു 2 മിനിറ്റ് വീഡിയോ ചെയ്തായിരുന്നു. 2 മിനിറ്റ് വീഡിയോ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനത് പെട്ടെന്ന് തന്നെ എന്നിട്ട് റിമൂവ് ചെയ്തായിരുന്നു. ഞാൻ നാളെ എന്തായാലും ഉറപ്പായിട്ടും മരിച്ചിട്ടില്ല, എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് വരും, എല്ലാ കാര്യങ്ങളും പറയും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ. പക്ഷെ അത് എനിക്ക് പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് തോന്നി എന്തിനാ വെറുതെ. അപ്പോഴത്തെ ഒരു ദേഷ്യമായിരുന്നു. ഞാൻ പിന്നെ നല്ല പോലെ ആലോചിച്ചിരുന്നു, ഇനി വേണ്ട, ഞാനും ഇനി ഒരു പ്രശ്നം ഞാൻ ആർക്കും അല്ലേ ഞങ്ങൾ ഇനി ആർക്കും ഒരു പ്രശ്നം തോന്നില്ല, ഒരു പ്രശ്നമില്ല. ഇനി അവൾക്ക് അവളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഈ ഒരു കാര്യത്തിൽ ഇതാണ് ഞങ്ങളുടെ ഇത് അവസാനമാണ് അല്ലേ അവസാനം. ഇതിനെ കുറിച്ച് ഇനി ഞാൻ വീഡിയോ ഒന്നും ചെയ്യത്തില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ട്. അപ്പം മനുഷ്യരാണ്, എപ്പോ വേണമെങ്കിലും മാറാം. ഞാൻ ആരെയും ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഇല്ല. ഓക്കെ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ശരികളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ആരോടത്തും, എനിക്ക് പേഴ്സണലി ആരോടും ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇനി ഞാൻ വീഡിയോ സന്തോഷമായിട്ട് ജീവിക്കും. ഓക്കെ, ഇവിടെ അവിനാഷിന്റെ വാക്കിൽ വളരെ വ്യക്തമാണ് സ്വാതിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു സംസാര രീതി അവിനാഷിന്റെ അടുത്ത് നിന്ന് വരുന്നു. എന്നാൽ ഒരു കുറ്റം പോലും പറയുന്നില്ല. പക്ഷെ ആൾക്കാർ ഇതൊക്കെ കണ്ടപ്പോൾ ഊഹിച്ചെടുത്ത് പലതും പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സുകളിൽ. എന്നാൽ ഞാനൊരു കാര്യം മനസ്സിലാക്കിയെടുത്തോളം സ്വാതിക്ക് കുറച്ച് ഒരു പവർ കൂടുതലാണ്. അതിന്റെ റീസൺ അന്ന് അവരെന്റെ കമന്റ് ബോക്സിൽ വന്ന് ചെയ്ത കമന്റ് തന്നെയാണ്. ഒരു കുറ്റവും പറയാതെ തന്നെ എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നാ പോയി കേസ് കൂടന്ന് ഞാൻ, നീ ആര് കോടതിയാന്ന് പറഞ്ഞും കൊണ്ട് അവർ ആ ഒരു സെറ്റപ്പിലാണ് നിന്നത്. എനിക്കൊരു തേങ്ങയില്ല, എനിക്ക് കേസ് കൊടുത്താലും, കാരണം ഞാൻ നിങ്ങളെ പറ്റിയിട്ട് ഒരു അപകൃതിയും പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അതിന്റെ പൂർണ്ണ ഉറപ്പോട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെ കുറിച്ചിട്ട് അവിനാശം എന്ന് പറയുന്നതും അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മുടെ അഭിപ്രായം നമ്മൾ പറയുന്നത്. കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം. അവളെ ഒരു കോലത്തിലാക്കിയെടുത്തത് നിനക്ക് നന്ദി, അവൾ ജീവിക്കട്ടെ. അതായത് സ്വാതി ഒരു കോലം കെട്ടിയിരുന്നു, അതിനുശേഷം അത്യാവശ്യം കോലത്തിലാക്കിയെടുത്തത് അവിനാശം എന്നുള്ളൊരു സാധനം കമന്റ് ബോക്സിൽ ഉടനീളം ഞാൻ കാണുന്നുണ്ട്. പിന്നെ തേപ്പുകാരി ആ രീതിയിൽ, നീ ചതിച്ചില്ലേടി, നിനക്ക് പൈസയും ഫെയിമും കിട്ടിയപ്പോൾ നീ അവനെ ചതിച്ചില്ലേടി എന്നൊക്കെ പറയുന്ന സാധനങ്ങളും ആൾക്കാർ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആൾക്കാർ അതിലൊന്നും കുറ്റം പറയത്തില്ല. അവിനാഷിന്റെ പറച്ചിലെ കേൾക്കുമ്പോഴും ആ ഒരു ഫീലിങ്സ് ഒക്കെ തോന്നാറുണ്ട്. ഇനി മറ്റൊരു കമന്റ് ഞാനൊന്ന് വായിക്കാം. എനിക്ക് ഭാര്യ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടായിരുന്നു 4 വർഷം മുമ്പ് വരെ. ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, എന്റെ സ്വന്തക്കാരെക്കാൾ ഏറെ. എന്റെ സ്നേഹം, പണം, അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ അവൾക്ക് കൊടുത്തു. എനിക്ക് സൗദിയിൽ ജോലി ഉണ്ടായിരുന്നപ്പോൾ അവൾ ഒരു തെണ്ടി പരിചയവുമായി, അവളുടെ പൂർവ്വ കാമുകനുമായി സ്നേഹത്തിലായി. ഞാൻ നാട്ടിൽ വന്നപ്പോൾ അവളുടെ കള്ളത്തരം കയ്യോടെ വിരുകൂടി. അവൾക്ക് താടിയുള്ളവരെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. പലപ്പോഴും അവൾക്ക് ഞാൻ വാണിംഗ് കൊടുത്തു. പല പ്രാവശ്യം ഞാൻ അവളുടെ തെറ്റ് ക്ഷമിച്ചു. ക്ഷമിക്കേണ്ട ബ്രോ, ക്ഷമിക്കാൻ പാടില്ല. വിശ്വാസവഞ്ചന കാണിച്ചാൽ ക്ഷമിക്കരുത്. അവൾക്ക് അവനോട് താല്പര്യം എന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം അവൾ എന്നെ ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ ഞങ്ങൾ വേറെ വേറെ താമസിക്കുന്നു. എന്റെ കുഞ്ഞിനെ കണ്ട് ഞാൻ കൊതി തീർന്നവനല്ല, കുഞ്ഞിനെയും അവൾ കൊണ്ടുപോയി. ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനായി ഞാൻ. പക്ഷേ ഒരു സന്തോഷമുള്ളത്, ആ വഞ്ചകിയുടെ അടുത്ത് നിന്നും എന്റെ ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്നോർത്താണ്.
ട്രൂ വേർഡ്സ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വഞ്ചകിയുടെ അടുത്ത് നിങ്ങൾ ജീവിതകാലം മൊത്തം ജീവിച്ചിരുന്നെങ്കിൽ അവസാനം നിങ്ങൾക്ക് വല്ല വിഷമം തന്ന് നിങ്ങളെ കൊല്ലുമായിരുന്നു, ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒഴിവായിപ്പോയി. നിങ്ങൾ ജീവിതത്തിൽ ജയിച്ചു പറയൂ, ഞങ്ങൾ ജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ മോനെ, നീ കാരണം 5 വർഷം മുൻപ് ഒരു സ്കൂട്ടർ മേടിച്ച ആളാണ് ഞാൻ. പറ്റുന്ന അത്രയും യാത്ര ചെയ്യാൻ നിന്റെ വീഡിയോ കണ്ടിട്ട് അത്രയ്ക്ക് ഫാനാണ്. 8 വർഷം ജയിച്ച ഒരു പെണ്ണ് എന്നെ തേച്ചിട്ട് പോയി. വിഷമമുണ്ട്, പക്ഷെ കാലം അതിന് തിരിച്ചടി അവൾക്ക് കൊടുത്തു. അപ്പോൾ അവളുടെ അവസ്ഥ ഓർത്ത് ദുഃഖമുണ്ടെങ്കിലും എനിക്ക് സമാധാനമുണ്ട്. എന്റെ പ്രൊഫഷൻ സുന്ദരമായി കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇപ്പോൾ വളരെ സന്തോഷം. ആ പെണ്ണിനെ മറന്നേക്ക്. അതിലും സുന്ദരിയായ ഒരു പെണ്ണിനെ നിനക്ക് കിട്ടും, ഒരു ചേട്ടൻ. ഇവിടെ പെണ്ണൊന്നും അല്ലടെ ജീവിതത്തിൽ ഏറ്റവും വലിയത്. പെണ്ണ് പോയാൽ അടുത്തെന്തോ ഒന്നുമില്ലേ? അടുത്ത് പോയാൽ അടുത്ത് കെട്ടണം, അല്ലെങ്കിൽ കെട്ടാൻ പറ്റില്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കണം. പെണ്ണുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റും എന്നുള്ള നിയമമൊന്നുമില്ല. അതുപോലെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും എന്നുള്ള നിയമമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ സ്റ്റെബിലിറ്റി പോലെ ഇരിക്കും. പിന്നെ വേറൊരു കേസ്, നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് 3 വട്ടം നേരത്തെ വേണ്ടെന്ന് പറഞ്ഞ് മാറിയിരിക്കണം. അതാണ് എൻ്റെ പോളിസി. നമ്മൾ ഒരാൾക്ക് വേണ്ടി വേണ്ടേ, എന്തിനു പിന്നെ അവരെ പറയാൻ പോകുന്നത്? ഇവിടെ നമ്മളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അവർക്ക് വേണ്ടാത്തത്, അവർ നമ്മളെ വെറുക്കുന്നത്. പിന്നെ അവരെ പറയാൻ കരഞ്ഞു പിടിച്ച് സ്നേഹം പിടിച്ച് വാങ്ങാനൊന്നും പോകല്ല. അങ്ങനെ ആരും പോകാതിരിക്കുക. ഇവിടെ അവിനാഷിന്റെ സ്വാതിയുടെ കേസിൽ എന്താണ് നിങ്ങളുടെ റിലേഷനിലെ പ്രശ്നമൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും സ്നേഹം പിടിച്ച് വാങ്ങാൻ പോകണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത്. അത് ഏതൊരു റിലേഷനിലായാലും എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജീവിതത്തിൽ ഒരിക്കലും വേർതിരിവില്ലാത്തതും അല്ലെങ്കിൽ വേർപിരിയാൻ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ബന്ധം സ്വന്തം അപ്പനും അമ്മയും സഹോദര ബന്ധങ്ങളും തന്നെയാണ്. അതിനപ്പുറം വേറൊരു ബന്ധവും ഇല്ല. രക്തബന്ധങ്ങളോളം വരത്തില്ല ലോകത്തിൽ മറ്റൊരു ബന്ധം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാ ബന്ധങ്ങൾക്കും വേർതിരിവെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഈ ബന്ധങ്ങൾക്ക് അതില്ല. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് ഭാര്യയായാലും ഭർത്താവായാലും ഒരു ദിവസം വേർപിരിയേണ്ട ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പിരിഞ്ഞേക്കും. അതുകൊണ്ട് അതൊന്നും ആന കാര്യമൊന്നുമില്ല. ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. മറ്റൊരു കമന്റ് വായിക്കാം. 4 മാസം മുന്നേ സ്വാതി എന്റെ വീഡിയോയിൽ കമന്റ് ചെയ്ത ബ്രോ വീഡിയോ ഡിലീറ്റ് ആക്കിക്കോ, പോലീസ് കംപ്ലൈന്റ് ചെയ്യും. പിന്നെ എന്തായിക്കോട്ടെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ നമ്മളെന്ത് ഭീഷണിയാ? ഓക്കെ, നടക്കട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിലും കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം.